വാർത്താ നിമിഷം തുടരുന്നു. കേരള സ്റ്റോറി സിനിമ മതേതര സ്വഭാവമുള്ള കേരളം സ്വീകരിച്ചുകൊള്ളുമെന്ന് ഹൈക്കോടതി. ചിത്രം പ്രദർശിപ്പിക്കുന്നത് കൊണ്ടൊന്നും സംഭവിക്കില്ലെന്നും കോടതി പറഞ്ഞു. വിവാദങ്ങൾക്കിടെ കേരളത്തിലടക്കം ദി കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം തുടരുകയാണ്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ഹൈക്കോടതി ഈ സിനിമാ പ്രദർശനത്തോട് അനുയോജിക്കുന്ന ഒരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? എന്താണ് കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ? ാണ് ഹൈക്കോടതിയുടെ ഇത് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർമ്മാല്യമടക്കമുള്ള ചിത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നാണ് ഇപ്പോൾ പ്രതികരണങ്ങളാണ്, പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് വരുന്നത്. എങ്ങനെ നല്ല പടമാണ്, തിരക്കുണ്ടായി, ആൾഫുള്ളായിരുന്നു, കൊള്ളാം, നല്ല പടമാണ്. ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഇത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ കൊള്ളാം, നല്ല പടമാണ്. ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ, ഓരോ പിള്ളേർക്കുണ്ടായ അനുഭവങ്ങൾ അവരത് ചിത്രത്തിലൂടെ പകർത്തിയിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെയാണോ? അതോ അത് 3 പേരെ സംബന്ധിച്ചുള്ളൊരു ചിത്രമാണ്? അല്ല, അവര് പറയുന്നത് അവരിപ്പം 4 പിള്ളേര് പോയത് അവരതുപോലെ തന്നെ ട്രേസ് ചെയ്ത് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നത്. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പറയുന്നു, അത് കാണിക്കുന്നു, അത്രയാണ്. എന്തോ എൻ്റെ രഞ്ജിത്ത് നല്ല സിനിമയാണ്. എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണിത്. കാരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ വെളിച്ചം കാണിക്കുകയാണ് ഈ സിനിമയിൽ നിന്ന്. നമുക്ക് എൻ്റെ പേര് സന്തോഷ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്, നല്ല സിനിമയാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഈ സിനിമ കണ്ടിറങ്ങുന്ന ആളുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇൻഫോർമേറ്റീവ്, ഹൈലി ഇൻഫോർമേറ്റീവ്. ഗുഡ് ഫിലിം, വെരി ഗുഡ്, നല്ല പടം, നന്നായിട്ടുണ്ട്. നല്ല പടമാണ്, എല്ലാവരും കാണേണ്ട പടമാണ്. എല്ലാ സ്ത്രീകളും പെണ്ണുങ്ങളും കാണേണ്ട പടം. നല്ല പടമാണ്, എല്ലാവരും കാണേണ്ട പടമാണ്. കേരളത്തെ അപമാനിക്കുന്ന എന്താണ്? കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രം കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് സത്യം പറഞ്ഞിട്ടുള്ളൂ. അനുഭവമായിരിക്കും കാണേണ്ടത്. നല്ല സീൻ. ഇത്തരത്തിലുള്ള ഈ സിനിമയെ സംബന്ധിച്ച റിവ്യൂ ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പലതരത്തിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്. അതായത് സിനിമ കണ്ടിറങ്ങിയ ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ BJP നേതാക്കളടക്കം ഈ ചിത്രം കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ് കൂടുതലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾ, പ്രേക്ഷകർ എങ്ങനെയാണ് ഈ സിനിമയെ നോക്കി കാണുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഈ ചിത്രം കണ്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആ പ്രതിഷേധം ഒരു നിമിഷം മാറ്റിവെച്ചിട്ട് അവരും വന്നിരുന്ന് ഇത് കാണേണ്ടത്, അവരുടെ കുടുംബത്തിൽ പോലും ഉണ്ടായേക്കാവുന്ന ഒരു വലിയ കഥയാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. അത് കാണാതെ കണ്ട് അവര് മാറി നിന്ന് പ്രതിഷേധിക്കുന്നതിൽ അർത്ഥമില്ല. ശരിയായ കാര്യങ്ങളാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇന്ന് ഈ സിനിമ കാണാൻ ഇവിടെ വന്നപ്പോൾ ഈ തിയേറ്ററിൻ്റെ പരിസരത്ത് 100 പോലീസുകാരെ വിന്യസിച്ച് ചെയ്യുന്നൊരു കാഴ്ചയുണ്ടായി. ഇത്തരം IS പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനിവിടെ തണലാവുന്ന ഒരു സമൂഹം പുറത്തു നിൽക്കുന്നു എന്നും കൂടെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും സിനിമ വളരെ നല്ലതാണ്. സമൂഹത്തിൽ ഇത്തരം സിനിമകൾ ആവശ്യമാണ്. ഇനിയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട്, അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തു കൊണ്ടുവരാൻ ഇത്തരം സിനിമകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പ്രത്യേകം അഭിനന്ദനം കൂടെ പറയുകയാണ്. എന്തായാലും ഈ ചിത്രത്തിന് സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കൂടുതൽ തിരയുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട, അതായത് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഉണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ സാധാരണ ആളുകൾ ഈ സിനിമയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട അവർ എങ്ങനെ പ്രതികരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇവിടെ ഇറങ്ങി വരികയാണ്. ഈ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണിത്. സാധാരണക്കാരുടെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദിക്കണം. അതിലേക്ക് നമുക്ക് കുഴപ്പമില്ല, കൊള്ളാം. കുറച്ച് വിവാദങ്ങൾ ഓരോ ആൾക്കാരും കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷേ
യാഥാർത്ഥ്യങ്ങൾ കുറച്ചേറെ യാഥാർത്ഥ്യങ്ങൾ കുറച്ച് കള്ളങ്ങളുടെ മേമ്പൊടി ചേർത്ത് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. അതാണ് അതിൻ്റെ കറക്റ്റ് പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. അതെ, കുറേയേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്, പക്ഷെ അതിന് ആ യാഥാർത്ഥ്യങ്ങളെയൊക്കെ തമസ്കരിക്കുന്ന രീതിയിൽ കുറച്ചേറെ കള്ളങ്ങളും ചേർത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. സിനിമ പ്യുവർലി അവർ പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിനകത്ത് അതിൻ്റെ കൂടെ മേമ്പൊടിക്ക് കുറച്ച് മസാല കള്ളങ്ങളും ചേർത്തപ്പോഴത്തേക്ക് അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്നു. മൂവി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഇതേപോലെയുള്ള വലയങ്ങളിലേക്ക് പോയി വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക പാരൻസ്. ഒരു ഫാമിലി സെറ്റപ്പ് കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. പഴയ പോലെ കൂട്ടുകുടുംബം അല്ലല്ലോ, ഇതായതുകൊണ്ട് വന്നൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും സിനിമയെ സംബന്ധിച്ചൊന്നുമില്ല, എല്ലാവരും കാണണം സിനിമ. അത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ സിനിമയെ സംബന്ധിച്ച് വരുന്നത്. രാഷ്ട്രീയമായിട്ട് നിലപാടുകളുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും മാത്രമല്ല, സാധാരണ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ നമ്മൾ ഈ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ നിലപാടുകൾ, അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മൾ ആരായുകയാണ്. ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ പ്രദർശനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രശ്നം ഇല്ലാതെ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ സിനിമയുടെ പ്രദർശനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ ഷോ കഴിഞ്ഞിട്ടുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും പറയുന്നത് അനുസരിച്ച് സാധാരണ ഒരു കുറച്ച് റിയാലിറ്റിയും അതോടൊപ്പം തന്നെ മേമ്പൊടിക്ക് ചില ഫിക്ഷൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ആണ് ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ, അത് നേരത്തെ കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. പൂർണ്ണമായും ഈ സിനിമ റിയൽ കാര്യങ്ങളെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയല്ല. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള കഥകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. അത്തരം അതിന്റെ എല്ലാം ഒരു ആകെത്തുകയാണ് ഈ സിനിമ. അത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം. ഗുഡ് മൂവി. ഇറ്റ്സ് എ സ്റ്റോറി ഫോർ ഒരു ടെററിസം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മൂവിയാണ്. ഇറ്റ്സ് നോട്ട് ഫോർ ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ടെററിസം എങ്ങനെയാണ് നമ്മളെ വേൾഡ് വർക്ക് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഓരോ മതങ്ങളെ യൂസ് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള മൂവിയാണ്. ഓക്കെ, വിവാദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിവാദം ഒരു മതത്തിനോട് പറ്റി വിവാദത്തിന്റെ പേരാണ്. ഇത് ടെററിസ്റ്റുകൾ എങ്ങനെയാണ് ഒരു ഇതിനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയൊരു മൂവിയാണ്. ഹൗ ദേ യൂസ്, ഒരു മതത്തിനെ എങ്ങനെ യൂസ് ചെയ്ത് ടെററിസം വർക്ക് ചെയ്യിക്കുന്നത്. ഇപ്പം ISIS എന്നുള്ളൊരു ടെററിസ്റ്റ് സംഘടന എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മൂവിയാണത്. അല്ലാതെ വേറെ ഒരു വിവാദത്തിൽ അതിന് പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഫിജി, സിനിമ കണ്ട് ഇറങ്ങുന്നവരുടെ ആദ്യ പ്രതികരണമാണ് ഇങ്ങനെ. മറ്റ് വിവാദങ്ങളിലേക്കൊക്കെ പോകേണ്ട ആവശ്യമില്ല, സിനിമയെ സിനിമയായിട്ട് തന്നെ കാണേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയുടെ നിലപാടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടുകൾ തന്നെയാണ് ഇത് കണ്ടിറങ്ങുന്ന സാധാരണ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ. ഫിജി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഇത് കേരള സ്റ്റോറിയുടെ പ്രദർശനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണമാണ് കണ്ടത്. കൂടുതലും BJP അനുഭാവമുള്ളവരാണ് ഈ ഒരു സിനിമയ്ക്ക് ആദ്യ ഷോ കാണാൻ എത്തിയത് എന്ന് പ്രദർശനത്തിൽ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്.